RDX എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ നീരജ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ സിനിമയാണ് പ്ലൂട്ടോ. സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നത് നമ്മുടെ അൽതാഫ് സലീമാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രനാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ്, ഭാര്യയും ഭർത്താവുമാണ്, രശ്മി രഞ്ജു അതുപോലെ തന്നെ രഞ്ജു കുമാർ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആനന്ദ്, സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ നിയാസ് മുഹമ്മദ്, പിന്നെ എഡിറ്റിങ് ജയകൃഷ്ണൻ. അൽതാഫ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റോളിലാണ് എത്തുന്നത് കേട്ടോ. സാധാരണ ഈ അൽതാഫിൻ്റെ സിനിമ ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക അരോചകമായിട്ട് തോന്നാറുണ്ട്. പുള്ളിയുടെ കോമഡി എന്നൊക്കെ പറയും, പക്ഷേ കോമഡിയൊന്നും ഇല്ല. ഇതിനകത്തൊരു പ്രത്യേക ഒരു റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫാൻറ്റസി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ചില സംഭവങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഈ ഗ്രാഫിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ CGI ഒക്കെ ആണെന്നുണ്ടെങ്കിലും ബോറല്ലാത്ത രീതിയിൽ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അൽതാഫ് കൂടാതെ ഇതിനകത്ത് നമ്മുടെ അജു വർഗീസ് ഇതിനകത്ത് ഒരു റോൾ ചെയ്യുന്നുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അർഷ ചന്ദ്ര ഉണ്ട്, ബിനി തട്ടിൽ, അതുപോലെ തന്നെ ദിനീഷ്, സുബിൻ. അങ്ങനെ RDX എന്ന സിനിമയ്ക്ക് ശേഷമാണ് മലയാളത്തിലൊരു ത്രൂ ഔട്ട് വേഷം നമ്മുടെ നീരജ് ചെയ്യുന്നത്. എന്ത് ചെയ്താലും തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു എന്താ പറയുക ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു മകൻ, അങ്ങനത്തെ ഒരു സാധാരണ നമ്മൾ കണ്ടിട്ട് വന്നിട്ടുള്ള ചില ക്രിഞ്ച് കഥാപാത്രങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഈ അൽതാഫ് എത്തുന്നത് ഏലിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് കേട്ടോ. കാരണം ഈ ബഹിരാകാശത്ത് നിന്നൊരു പേടകം താഴോട്ട് വരുന്നു, ആ പേടകത്തിൽ നിന്നൊരു ഏലിയൻ വരുന്നു. ആ ഏലിയൻ നമ്മുടെ നീരജുമായിട്ട് കൂട്ടുകൂടുന്നു. പിന്നെ അവിടുന്ന് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളും, പിന്നെ നമ്മുടെ ടൈഗർ തമ്പി എന്ന ക്യാരക്ടറാണ് നമ്മുടെ അജു വർഗീസ് എത്തുന്നത്. അജു വർഗീസാണ് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കോമഡിയാണ് ഇവർ മെയിനായിട്ട് പറയുന്നതെങ്കിലും സത്യത്തിൽ എനിക്ക് എവിടെയും അങ്ങനെ വലിയ രീതിയിലുള്ളൊരു കോമഡി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ഇങ്ങനെ ചെറിയ എന്താ പറയുക, നമ്മൾ ഈ ചിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ചിരിക്കത്തില്ലേ, അങ്ങനത്തെ ചില സാധനങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് ക്രിഞ്ച് പരിപാടി തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇതിനകത്തൊരു പുതുമയെന്ന് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിൽ ഈ സിനിമ കഥ പറയാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ CG ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ, എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു പേടകമൊക്കെ കാണിക്കുന്നുണ്ട്. ആ പേടകമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നീരജ് മാധവൻ്റെ ഒക്കെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് മൂന്ന് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം 2 റാപ്പ് സോങ്ങും അതുപോലെ തന്നെ നീരജിൻ്റെ ഒരു നല്ലൊരു കിടിലൻ ഡാൻസും, അവസാന ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്ക് നല്ല കിടിലനൊരു ഫൈറ്റൊക്കെ ഇതിനകത്തുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലോജിക്കൊന്നും നോക്കാതെ വന്നിരുന്നാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ. കാരണം അവർക്ക് ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു രസം തോന്നും. കാരണം ഈ ഏലിയൻ അങ്ങനെയുള്ള ക്യാരക്ടർ വലിയ രീതിയിൽ ചിരിക്കാനോ പിടിക്കാനോ ഒന്നുമില്ല, ലോജിക്കില്ല. ഇങ്ങനെ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് പോകാം എന്ന് മാത്രം. സംഭവങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഒരു ചെറിയ സിനിമ, മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രം, ഒരു ഫാൻറ്റസി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം അവർ എടുത്തിരിക്കുന്ന ഒരു അറ്റംപ്റ്റ് നല്ലൊരു അറ്റംപ്റ്റാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ ആരും പറയാത്ത ഒരു കഥ എടുത്തുകൊണ്ട് വന്നിട്ട് അവരത് ചെയ്തിരിക്കുന്നു. അത് കുറച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദിനീഷ് പ്രഭാകർ, പുള്ളി ഇതിനകത്തൊരു സയൻറ്റിസ്റ്റിൻ്റെ റോളിലൊക്കെ എത്തുന്നുണ്ട്. പുള്ളിയുടെ കുറച്ച് നൈസ് കോമഡിയൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, അവിടെ ഇവിടെയൊക്കെ ചിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിനിമ.